ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം അഡ്വേഴ്സ് പൊസഷൻ, അതായത് എതിർ കൈവശം. നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി മറ്റൊരാളുടെ കൈവശം ആയി പോവുകയായിരുന്നെങ്കിൽ അത് 12 വർഷം യാതൊരു തടസ്സവും കൂടാതെ അയാളവിടെ സ്വന്തമായിട്ട് എന്ന പോലെ ഇരിക്കുകയും ആണെങ്കിൽ ആ പ്രോപ്പർട്ടി ഈ മറ്റേയാൾക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം തന്നെ കിട്ടും. ആ ആസ്പെക്റ്റാണ് ഈ അഡ്വേഴ്സ് പൊസഷൻ എന്ന നിയമ ഭാഗത്തിലൂടെ വിവക്ഷിക്കുന്നത്. എന്നാൽ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു അന്യായം ന്യായമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഈ അഡ്വേഴ്സ് പൊസഷൻ. നിയമത്തിൽ എങ്ങും തന്നെ ഈ അഡ്വേഴ്സ് പൊസഷനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നാൽ ഒരു 12 വർഷത്തിന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി തിരിച്ചെടുക്കാനുള്ള നിങ്ങളുടെ അവകാശം ലിമിറ്റേഷൻ ആക്ട് മൂലം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ നിയമത്തിനെ പറ്റിയുള്ള വ്യാഖ്യാനം മുഴുവൻ ഓരോ ജഡ്ജ്മെൻറ്റിലൂടെ ഉള്ള ഡിസിഷനിലൂടെ ആണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്. അഡ്വേഴ്സ് പൊസഷൻ കമൻസസ് ഇൻ എ റോങ് ആൻഡ് എയിംസ് അറ്റ് എ റൈറ്റ് എന്നാണ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു തെറ്റിൽ നിന്ന് ആരംഭിക്കുകയും ഒരു ശരിയിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുകയാണ്. ഈ 12 വർഷത്തോളം ഈ ഉടമസ്ഥൻ ഈ സ്ഥലം അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി തിരിച്ചെടുക്കാനായിട്ട് യാതൊരു നിയമ നടപടിയും എടുക്കുന്നില്ല എങ്കിൽ ആ പ്രോപ്പർട്ടി ഈ ആരുടെ കൈവശമാണോ ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിന് വന്നു ഇതാണ് അഡ്വേഴ്സ് പൊസഷൻ. പൊസഷൻ ഇസ് 9 points ഇൻ ലോ. അതാണ് പൊസഷനെ പറ്റി പറയുന്നത്. അതായത് ഒരാളുടെ കൈവശം ഇരിക്കുന്ന പ്രോപ്പർട്ടി അയാളുടെ ആണെന്നുള്ളതാണ് വെപ്പ്. അതല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് നിങ്ങളുടെയാണ് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങളാണ്. അതിൻ്റെ ടൈറ്റിൽ ഡീഡും കാര്യങ്ങളുമൊക്കെ അതിന് വേണം. അല്ലാതെ അല്ലെങ്കിൽ അതില്ലാത്ത പക്ഷം, അല്ലെങ്കിൽ ടൈറ്റിൽ ഡീഡ് ഉണ്ടെങ്കിലും ഈ 12 വർഷം ഒരാൾ നിങ്ങളെ പുറത്താക്കി അയാളുടെ കൈവശം ഈ പ്രോപ്പർട്ടി അയാൾ ബലമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി അയാളുടെ ആയിത്തീരുന്നതാണ്. ഒരു കേസ് AR 1934 പ്രിവി കൗൺസിൽ 231. അതിനകത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേഴ്സസ് ദേബേന്ദ്ര ലാൽ ഖാൻ. The ordinary classical requirement of adverse possession is that it should be nec vi nec clam nec precarium. അതായത് possession required must be adequate in continuity in publicity. Adequate in continuity എന്ന് പറഞ്ഞാൽ 12 വർഷം ഇയാളുടെ പൊസഷനിൽ ഇരിക്കണം. ഇൻ പബ്ലിസിറ്റി, എല്ലാവർക്കും അറിയാതിരിക്കണം ഈ പ്രോപ്പർട്ടി ഇയാൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സാധാരണ ആ ഭാഗത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാം ഇയാളുടെ കൈവശമാണ് ഈ പ്രോപ്പർട്ടി എന്ന്. അല്ലാതെ ഒളിച്ചു കയറി അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഓപ്പണായിട്ട് എൻ്റെയാണ് എന്ന് ഡിക്ലെയർ ചെയ്ത് അവിടെ അങ്ങ് താമസിക്കുകയോ അല്ലെങ്കിൽ കൈവശം വെക്കുകയോ ചെയ്താൽ അതാണ് കണ്ടിന്യൂറ്റി, പബ്ലിസിറ്റി ആൻഡ് എക്സ്റ്റെൻഡ് ടു ഷോ ദാറ്റ് പൊസഷൻ ഈസ് അഡ്വേഴ്സ് ടു ദ കോമ്പറ്റീറ്റർ. അതായത് നിങ്ങളുടെ അല്ല, നിങ്ങൾ വന്നാൽ നിങ്ങളെ കയറ്റി തരാം. നിങ്ങളുടെ അല്ലാതെ നിങ്ങൾ വിധേയത്വമായിട്ട് നിങ്ങളൊരു മാനേജറെ ആക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്ത് ആ വാടക വാങ്ങിക്കൊണ്ടിരിക്കുകയും അയാളുമായിട്ട് നല്ല ടേംസിലിരിക്കുന്ന കാലത്തോളം അതിന് പ്രശ്നമില്ല. ലൈസൻസിലോ വാടക ഏർപ്പാടിലോ നിങ്ങൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്ത് ആ ഡീഡും കൈവശം ഈ പറഞ്ഞ വാടക തന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഉടമസ്ഥനായിട്ട് കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ക്രൈറ്റീരിയ വരികയില്ല. ഓപ്പണാണ്, കണ്ടിന്യൂറ്റി ഉണ്ട്, പക്ഷേ ഈ അഡ്വേഴ്സ് ടു ദ കോമ്പറ്റീറ്റർ അല്ല. അതായത് നിങ്ങൾക്ക് എതിർത്ത് അല്ല അത് കൈവശം വെച്ചിരിക്കുന്നത് എങ്കിൽ ഈ അഡ്വേഴ്സ് പൊസഷൻ വരുന്നതല്ല. അതാണ് നെക് വി നെക് ക്ലാം നെക് കെയറി. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. നെക് വി വിത്തൗട്ട് ഫോഴ്സ്, അതായത് ഫോഴ്സ് ഉപയോഗിച്ചല്ല ഇരിക്കുന്നത്. വിത്തൗട്ട് സീക്രസി, ഒളിച്ച് പാത്ത് അതിനകത്ത് രാത്രി കയറി അതിനകത്ത് ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളില്ലാത്തപ്പോൾ അവിടെ കയറിയിരിക്കുക, അതുപോരാ.
നെക് പ്രിക്കേറിയോ വിത്തൗട്ട് പെർമിഷൻ ഓർ നോട്ട്, അതായത് ലൈസൻസ് ഇല്ലാതെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇരിക്കുന്നതിന് ഈ അഡ്വേഴ്സ് പൊസഷൻ വരില്ല. ബേസിക് പ്രൈമറി റിക്വയർമെന്റ് ഓഫ് അഡ്വേഴ്സ് പൊസഷൻ ഈസ് ആനിമസ് പോസിഡൻറ്റി, അതായത് ഇന്റൻഷൻ ടു പൊസസ്, അതായത് അദ്ദേഹത്തിൻ്റെ ആണ് എന്ന് ഉള്ള ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ കയറുകയും അവിടെ തന്നെ 12 വർഷം കണ്ടിന്യൂ ചെയ്യുകയും അത് നിങ്ങളുടെ ടൈറ്റിലിന് എതിരായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്താലാണ് അഡ്വേഴ്സ് പൊസഷൻ വരിക എന്നാണ് ഈ ദീപേന്ദ്ര ലാൽ ഖാൻ എന്നുള്ള സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയുമായിട്ടുള്ള കേസിൽ പ്രിവി കൗൺസിൽ പറഞ്ഞത്. പിന്നെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ അത് പൊസഷനെ പറ്റിയാണ്. പൊസഷൻ ഈസ് എ ഗുഡ് ടൈറ്റിൽ അഗൈൻസ്റ്റ് എനിവൺ ഹൂ കനോട്ട് ഷോ എ ബെറ്റർ ടൈറ്റിൽ. ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആണെന്നാണ് വെപ്പ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിലും നല്ല ടൈറ്റിൽ കാണിക്കണം. പിന്നെ അഡ്വേഴ്സ് പൊസഷൻ ഈസ് എ റൈറ്റ് ഇൻ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ പ്രിസ്ക്രിപ്ഷൻ, അതായത് സമയം കൊണ്ട് ആ കാലം ഇരുന്നത് കൊണ്ട് ലഭിക്കുന്ന ഒരു അവകാശമാണ് അഡ്വേഴ്സ് പൊസഷൻ. Adverse possession refers to a legal concept that allows a person to gain ownership of someone else's real property through continuous, open, hostile possession for a specific period of time. ഈ specific period of time ഇന്ത്യയിൽ 12 വർഷമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഭൂമിയാണെങ്കിൽ അത് 30 വർഷമാണ്. Adverse possession refers to a legal concept and allows a person to gain ownership of someone else's real property through continuous, open and hostile for a specific period of time. ഈ പറയുന്ന എല്ലാം വേണം. ഓപ്പൺ ആൻഡ് നൊട്ടോറിയസ്, അതായത് ഓപ്പൺ ആൻഡ് നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പണായിട്ട്, വളരെ തുറന്ന്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ. ദ പൊസഷൻ മസ്റ്റ് ബി വിസിബിൾ ആൻഡ് ഒബ്വിയസ്, വളരെ കാണാവുന്നതുപോലെ, വളരെ വ്യക്തമായിട്ട് പകൽ വെളിച്ചത്തിൽ ആ പൊസഷൻ, വിത്തൗട്ട് എനി അറ്റംപ്റ്റ് ടു ഹൈഡിങ്. കള്ളത്തരത്തിൽ രാത്രി വന്ന് തേങ്ങ ഇട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ രാത്രി വന്ന് തന്നെ ഇരുന്ന പൊസഷൻ ആകത്തില്ല. ഞാൻ പറഞ്ഞത് ആരും കാണാതെ എൻ്റെ കയ്യിൽ ആ പൊസഷൻ എന്ന് പറഞ്ഞ വർഷങ്ങളോളം തന്നെ തേങ്ങ ഇട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഇപ്പം തേങ്ങ ഇടുന്നതല്ല, എങ്ങനെയെങ്കിലും അങ്ങനെ കള്ളത്തരത്തിലോ കാണാതെ എൻ്റെ പൊസഷനിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വൽ പൊസഷൻ വേണം, അതായത് ലീഗലി എൻ്റെ കയ്യിലാണ് പൊസഷൻ എന്ന് പറയേണ്ട കാര്യമില്ല. ആക്ച്വൽ പൊസഷൻ തന്നെ വേണം, അത് ഓപ്പൺ ആയിരിക്കണം, വളരെ പ്രസിദ്ധമായിരിക്കണം. അതായത് നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇയാളുടെ കൈവശമാണ് ഈ പ്രോപ്പർട്ടി എന്ന്. The adverse possessor openly occupies the property, putting others on notice that he is claiming the ownership. ഇയാളുടെ ആണ് എന്ന് തുറന്ന് അവകാശപ്പെടുന്ന ആ പ്രോപ്പർട്ടിയാണ് ഇതിലേക്ക് വരുന്നത്. അത് 12 വർഷം കണ്ടിന്യൂസ്. ഇടയ്ക്ക് മുറിഞ്ഞു പോയാൽ, ഇടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ മറ്റൊരാൾ വന്ന് ഇയാളെ ഡിസ്പോസസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഓണറെ ഡിസ്പോസസ് ചെയ്യുമോ, അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്താൽ ഈ 12 വർഷം ബ്രേക്കായി. അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് നാൾ ഇയാൾ ഉപേക്ഷിച്ചിട്ട് പോയി, പിന്നെ വന്നു, അത് നടക്കില്ല. അപ്പോഴും ഈ കണ്ടിന്യൂസ് ഓക്യുപ്പേഷൻ ഇല്ല. ആക്ച്വൽ ആൻഡ് എക്സ്ക്ലൂസീവ്, ഈ പൊസഷൻ ഞാൻ മുമ്പ് ഒന്ന് സൂചിപ്പിച്ചു, ആക്ച്വൽ പൊസഷൻ ആയിരിക്കണം. അല്ലാതെ ഒരു ഡോക്യുമെൻ്റ് അനുസരിച്ച് എനിക്ക് പൊസഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. പൊസഷൻ മസ്റ്റ് ബി ആക്ച്വൽ, മീനിങ് ദ അഡ്വേഴ്സ് പൊസഷൻ ഫിസിക്കലി ഓക്യുപ്പൈസ് ആൻഡ് യൂസസ് ദ പ്രോപ്പർട്ടി. ഇറ്റ് ഷുഡ് ഓൾസോ ബി എക്സ്ക്ലൂസീവ്, മറ്റുള്ളവരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്. Meaning they have exclusive control and possession of the property, excluding the true owner and others from using or accessing it. ആ പ്രോപ്പർട്ടി മറ്റുള്ളവരോ ഓണറോ ഉപയോഗിക്കാൻ അനുവദിക്കാതെ ഈ പ്രോപ്പർട്ടി സ്വന്തമായിട്ട് കൈവശം വെക്കുക. എക്സ്ക്ലൂഡിങ് ഓൾ അതേഴ്സ് ഇൻക്ലൂഡിങ് ദ ഓണർ. അതാണ് എക്സ്ക്ലൂസീവ് ആൻഡ് ആക്ച്വൽ പൊസഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലായിട്ട് ആ പൊസഷൻ പ്രോസസ് ചെയ്യണം. പിന്നീട് കണ്ടിന്യൂസ്, ഈ 12 വർഷത്തെ കണ്ടിന്യൂസ് പൊസഷൻ ഉണ്ടായിരിക്കണം. The possession must be uninterrupted and continuous for a specified period of time.
ദ റിക്വയർഡ് ഡ്യൂറേഷൻ ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ ജൂറിസ്ഡിക്ഷൻ. അതായത് ചില ജൂറിസ്ഡിക്ഷനിൽ ഇത് 12 വേണ്ട, ചിലതിൽ ഇത് കൂടുതൽ വേണം, 30 വരെയൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അതായത് ദ അഡ്വേഴ്സ് പൊസസർ മസ്റ്റ് മെയിൻറ്റെയിൻ ദ കൺട്രോൾ ഓവർ ദ പ്രോപ്പർട്ടി വിതൗട്ട് എനി സബ്സ്റ്റാൻഷ്യൽ ബ്രേക്ക് ഓർ അബാൻഡൻമെൻറ്റ്. ഇട്ടിട്ട് പോവുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മറ്റുള്ള ഒരാൾ ഡിസ്പോസസ് ചെയ്യുകയോ ചെയ്താൽ ഈ കണ്ടിന്യൂസ് പൊസഷൻ ഇല്ലാതെ വരും. തുടർച്ചയായിട്ടുള്ള കൈവശാവകാശം വേണം ഈ 12 വർഷം. ഇതൊരു തെറ്റിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ ഈ അഡ്വേഴ്സ് പൊസഷൻ ക്ലെയിം ചെയ്യുന്ന ആൾ ഇത് ഈ എല്ലാ ഇൻഗ്രീഡിയൻറ്റും പ്രൂവ് ചെയ്യേണ്ടതാണ്. അതായത് കോടതികൾ അവർക്ക് ഇക്വിറ്റി എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് കൊടുക്കാറില്ല. ഈ ക്ലെയിം ചെയ്യുന്നവർ വളരെ അസന്ദിഗ്ധമായിട്ട് അല്ലെങ്കിൽ സംശയത്തിന് അതീതമായിട്ട് ഈ കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. ഹോസ്റ്റൈൽ ആൻഡ് അഡ്വേഴ്സ്, അതാണ് ഓണറുടെ ടൈറ്റിലിന് എതിരായിട്ട് ഹോസ്റ്റൈലായിട്ട് അതിനെ എതിർത്ത് ഈ കൈവശം വെക്കണം. The possession must be hostile or adverse to the rights of the true owner. Hostile in this context does not necessarily mean acting with ill intent, but refers to occupying the property without permission from the owner. ഈ വാടകച്ചിട്ട് എഴുതാതെ കെട്ടിടം കൊടുക്കുന്നതൊക്കെ ഈ ഇതിലേക്ക് വരാം. അതുകൊണ്ട് കെട്ടിടം ഒക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കെട്ടിടമോ അല്ലെങ്കിൽ സ്ഥലമോ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വാലിഡ് ഡീഡ് എഴുതി വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ അഡ്വേഴ്സ് പൊസഷൻ ആണെന്നും മറ്റും പറഞ്ഞാൽ അത് തിരിച്ചു പോവുകയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. ഇറ്റ് ഈസ് ജനറലി നോട്ട് പോസിബിൾ ടു അക്വയർ പ്രോപ്പർട്ടി ത്രൂ അഡ്വേഴ്സ് പൊസഷൻ ഇഫ് ഓണർ ഹാസ് ഗ്രാൻഡഡ് പെർമിഷൻ ഓർ കൺസെൻറ്റഡ് ടു ദ പൊസഷൻ. സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വരില്ല, പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും വരാം. അത് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഈ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് ഈ 12 വർഷമാണ് നമ്മുടെ ഇവിടെ. ദിസ് ഡ്യൂറേഷൻ പല രാജ്യങ്ങളിലും മാറ്റമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പൊസഷൻ ഈ 12 വർഷവും അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെ ഇരിക്കണം. പിന്നെ ഈ അഡ്വേഴ്സ് പൊസഷൻ വളരെ സ്വല്പം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഇതൊരു 7 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ദ കൺസെപ്റ്റ് ആൻഡ് ഒറിജിൻ ഓഫ് അഡ്വേഴ്സ് പൊസഷൻ, the relevant provisions relating to the adverse possession, acts of adverse possession, what acts do not amount to adverse possession, 5 who can sue for adverse possession, pleading and burden of proof. എന്തൊക്കെ പ്ലീഡ് ചെയ്യണം, അതിൻ്റെ ആരൊക്കെ അത് തെളിയിക്കേണ്ടത്, whether the concept of adverse possession needs a relook, അത് ഒരു പുനരവലോകനത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. The concept and origin of adverse possession. The title of land should not be kept in doubt for long. ഈ ആരുടെയാണ് എന്നുള്ള ഒരു തീരുമാനം വേണ്ടതാണ്. ഒരു പ്രോപ്പർട്ടി അതിന് ഒരാളൊന്ന് ഉപേക്ഷിച്ച് പോകുമോ അല്ലെങ്കിൽ അയാളുടെ റൈറ്റ്സിനെ പറ്റി ബോധവാന്മാരെല്ലാം ആയി ഇരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കെയർ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ, അത് ഈ റിക്വയർഡ് പീരീഡിലേക്ക് കെയർ ചെയ്യാതിരുന്നാൽ ഈ അഡ്വേഴ്സ് പൊസഷനിലേക്ക് വരും. അതാണ് ടൈറ്റിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടായിരിക്കണം. പേപ്പർ ഓണർ ആൻഡ് വൺ ഹു കെയർസ് ഫോർ ദ ലാൻഡ്. അതായത് ഒരാൾ പേപ്പർ, അതായത് ആധാരം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു, മറ്റേ ആൾ ആ പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നു. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് മറ്റൊരു ആസ്പെക്ട് ഇതിനകത്തെ. വൺ ക്ലെയിമിംഗ് റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ട്രൂ ഓണർ കീപ്പിംഗ് ക്വയറ്റ് ഫോർ ദ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ്. ഇത്തരം കാര്യങ്ങൾ ആണ് കൺസെപ്റ്റ് ഓഫ് ആൻഡ് ഒറിജിൻ ഓഫ് അഡ്വേഴ്സ് പൊസഷൻ. അതിനകത്ത് എ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ലാൻഡ് ഇൻ ദ അസ്യൂംഡ് ക്യാരക്ടർ ഓഫ് ഓണർ ആൻഡ് എക്സർസൈസിങ് പീസബിളി ദ ഓർഡിനറി റൈറ്റ്സ് ഓഫ് ഓണർഷിപ്പ്. അതായത് അയാളുടെ കൈവശം ഇരിക്കുന്ന ആ പ്രോപ്പർട്ടി അയാളുടെ സ്വന്തമാണെന്നുള്ള രീതിയിൽ വളരെ മറ്റാരുടെയും ഒരു എതിർപ്പുമില്ലാതെ കൈവശം വെച്ച് ആ ഓണർഷിപ്പ് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നു. കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ പീസബിളി, ആരുടെയും ഒരു ശല്യമില്ലാതെ ഉപയോഗിക്കുന്നു. എല്ലാ അഗൈൻസ്റ്റ് ദ ഹോൾ വേൾഡ്, മറ്റുള്ളവരെ അയാൾ അകറ്റി നിർത്തിക്കൊണ്ട്, അതായത്
മറ്റുള്ളവരെ ഇതിനകത്ത് അയാളുടെ ഓണർ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തായിട്ട് ആരെയും അനുവദിക്കാതെ അയാൾ ബലമായിട്ട് കൈവശം വെച്ചിരിക്കുന്നു. ഇഫ് ദ റൈറ്റ്ഫുൾ ഓണർ ഡസ് നോട്ട് കം ഫോർവേഡ് ആൻഡ് അസേർട്ട് ഹിസ് ടൈറ്റിൽ ബൈ പ്രോസസ് ഓഫ് ലോ വിതിൻ ദ പീരീഡ് പ്രിസ്ക്രൈബ്. ഇന്ത്യയിലാണ് 12 വർഷത്തിനുള്ളിൽ ഈ ലാൻഡ് ലോഡ് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അയാളുടെ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള നടപടികൾ എടുത്തില്ല എങ്കിൽ the provisions of the statute of limitation applicable to the case, his right is forever extinguished. അതോടുകൂടി ആ പീരീഡിനുള്ളിൽ എടുത്തില്ലെങ്കിൽ പിന്നീട് എടുക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു. ആൻഡ് ദ പൊസസറി ഓണർ അക്വയർസ് ദ അബ്സല്യൂട്ട് ടൈറ്റിൽ. അതാണ് നായർ സർവീസ് സൊസൈറ്റി ലിമിറ്റഡ് വേഴ്സസ് KC അലക്സാണ്ടർ എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. AR 1968 സുപ്രീം കോടതി SC 1165. AR 1968 SC 1165 NSS വേഴ്സസ് KC അലക്സാണ്ടർ എന്ന കേസിലാണ് ഈ പറഞ്ഞത്. ആക്ച്വൽ പൊസഷൻ. അഡ്വൈസ് പൊസഷൻ encompasses the physical possession of the land with the intention to exclusively retain it. Merely asserting a claim to the land or any obligations pertaining to it without actual physical possession is inadequate. അതിൻ്റെ കൈവശമാണ്, എൻ്റെ കയ്യിൽ ആ രേഖയുണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്നാൽ പോരാ. ആ പൊസഷൻ എന്ന് പറയുന്നത് കൈവശത്തിൽ തന്നെ ഇരിക്കണം. കാരണം രേഖ മറ്റൊരാൾ കാണും. The possession must be actual, meaning the adverse possession physically occupies and uses the property. ഈ പറയുന്ന അഡ്വൈസ് പൊസസർ ആ സ്ഥലം ഉപയോഗിച്ചിരിക്കണം. എക്സ്ക്ലൂസീവ് പൊസഷൻ, അത് മുമ്പേ സൂചിപ്പിച്ചതാണ്. എക്സ്ക്ലൂസീവ് പൊസഷൻ മീൻസ് സോൾ ഫിസിക്കൽ ഓക്യുപ്പേഷൻ. To claim adverse possession, the claimant ought to have exclusive possession of the land. Exclusive possession against the whole world. മറ്റാരെയും പ്രവേശിപ്പിക്കാതെ റിയൽ ഓണർ ഉൾപ്പെടെ മറ്റാരെയും ഇതിനകത്ത് കൈവശപ്പെടുത്താൻ അനുവദിക്കാതെ ഈ 12 വർഷവും പൊസഷൻ ഉണ്ടെങ്കിൽ ആണ് എക്സ്ക്ലൂസീവ് പൊസഷൻ ഫോർ ദ പീരീഡ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയാനും പറ്റുള്ളൂ. എക്സ്ക്ലൂസീവ് മീൻസ് they have exclusive control and possession of the property, excluding the true owner and others from using or accessing the property. Continuous possession, അത് ഈ പറഞ്ഞതാണ്. 12 വർഷത്തെ കണ്ടിന്യൂസ് പൊസഷൻ വേണം. Uninterrupted, continuous and the same should be understood to the mean dispossession of the. അത് കണ്ടിന്യൂസ് പൊസഷൻ ആണെന്ന് ഓണർ അറിഞ്ഞിരിക്കുകയും വേണം. സാധാരണഗതിയിൽ അറിയാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അയാളുടെ വീട്ടിൽ ചെന്ന് പറയണമെന്നില്ല. The possession must be uninterrupted and continuous for a specific period of time. The adverse possession must maintain their control over the property without substantial break or abandonment. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൈൽ ആക്ട് ഓഫ് ദ അഡ്വേഴ്സ് പൊസസർ ആൻഡ് അക്വിസൻസ് ഓഫ് ദ റിയൽ ഓണർ ടു ദ adverse hostile act of the adverse possessor. അഡ്വേഴ്സ് പൊസസറിൻ്റെ ഹോസ്റ്റൈൽ ആക്ട് ഉണ്ടാകുകയും ആ ഹോസ്റ്റൈൽ ആക്ടിന് എതിർത്ത് ഈ റിയൽ ഓണർ ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും, അതായത് നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ ഒന്നുകിൽ ഉടൻ തന്നെയാണെങ്കിൽ സ്പെസിഫിക് റിലീഫ് ആക്ട് സെക്ഷൻ 6 അനുസരിച്ച് ഇയാളെ ഡിസ്പോസസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതല്ല കുറച്ച് പീരീഡ് കഴിഞ്ഞു പോയെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഉടൻ ഒരു റെമഡി സെക്ഷൻ 6 സ്പെസിഫിക് റിലീഫ് ആക്ടിൽ പറയുന്നുണ്ട്. അതിന് ആ സമയം കഴിഞ്ഞു, ഇയാൾ പുറത്തെവിടെയെങ്കിലും ആയിരുന്നു, അത് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആ സമയത്തുള്ളിൽ നടപടി എടുക്കാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ സിവിൽ സൂട്ട് അനുസരിച്ച് ഇത് ടൈറ്റിൽ ഡിക്ലറേഷൻ ഓഫ് ടൈറ്റിൽ റിക്കവറി ഓഫ് പൊസഷനും വേണ്ടി കേസ് കൊടുത്ത് ഇയാളെ പുറത്താക്കി ഈ പ്രോപ്പർട്ടി കൈവശപ്പെടുത്താനുള്ള നടപടികൾ ഈ 12 വർഷത്തിനുള്ളിൽ സ്വീകരിച്ചിരിക്കണം. ഇത് രണ്ടും ചെയ്യുന്നില്ല എങ്കിൽ ഈ അക്വിസൻസും മറ്റയാളുടെ ഹോസ്റ്റൈലായിട്ടുള്ള തെറ്റായ ആക്ട് എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. പക്ഷെ ആ തെറ്റായ ആക്ട് ശരിയായി മാറും ഇതിൻ്റെ കൂടെ ഈ ഓണർ ശരിയായ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ. പോലീസ് നടപടിയോ അതൊന്നുമല്ല, കോടതിയിൽ കൂടെ ഇതെല്ലാം
സിവിൽ മാറ്ററാണ്. അതുകൊണ്ട് പോലീസ് നടപടിയൊന്നും ഇതിനകത്ത് വരുന്നില്ല. ശരിയായ ദിശയിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് ഡിക്ലറേഷൻ ഓഫ് ടൈറ്റിൽ ആൻഡ് റിക്കവറി ഓഫ് പൊസഷൻ കേസ് കൊടുത്ത് തുടങ്ങുമെങ്കിലും വേണം ഈ 12 കൊല്ലത്തിനുള്ളിൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അവകാശം നഷ്ടപ്പെടുന്നതാണ്. റിലവൻ്റ് പ്രൊവിഷനിലേക്ക് വരാം. There is no provision in the definition of adverse possession in law. It is a negative right, inaction from the true owner എന്നുള്ളതാണ്. The law does not aid one who sleeps over his rights. ഒരു അവകാശത്തിന് മുകളിൽ ഇരുന്ന് ഉറങ്ങുന്നയാൾക്ക് നിയമം യാതൊരു സഹായവും ചെയ്തു കൊടുക്കുന്നതല്ല. Limitation Act Section 1963 Section 3. Every suit instituted after the prescribed period shall be dismissed, although limitation has not been set up as a defense. മറ്റേ ആള് ഡിഫൻസ് ആയിട്ട് ഇത് ലിമിറ്റേഷൻ ആയിപ്പോയി, അതുകൊണ്ട് ഈ സ്യൂട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന സൂട്ട് അപ്പോഴും ഡിസ്മിസ് ചെയ്യണം എന്നാണ് സെക്ഷൻ 3 ഓഫ് ദ ലിമിറ്റേഷൻ ആക്ട് പറയുന്നത്. അവിടെ യാതൊരു ഇളവുമില്ല, ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് അത് കണ്ടോണേഷൻ ഓഫ് ഡിലേ ഒന്നും ഇല്ല, അവിടെ മാപ്പാക്കലൊന്നും ഇല്ല. പിന്നെ സെക്ഷൻ 27 അടുത്ത ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗം വരുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ദ പീരീഡ് ഹിയർ ബൈ ലിമിറ്റഡ് ടു any person or for instituting a suit for possession of any property, his right to such property shall be extinguished. Section 27 of Limitation Act. പിന്നീട് ആർട്ടിക്കിളിലാണ് പറയുന്നത്. സെക്ഷൻ 27 ആർട്ടിക്കിൾ 65. Article 65 prescribes a limitation of 12 years for a suit for possession of immovable property or any interest therein based on title. നിങ്ങളുടെ ടൈറ്റിൽ, അതായത് നിങ്ങളുടെ ഓണർഷിപ്പ് അവകാശം വെച്ച് പൊസഷന് വേണ്ടി കേസ് കൊടുക്കാൻ 12 വർഷത്തേക്ക് ഇതിനപ്പുറം സാധ്യമല്ല. അത് 12 വർഷത്തിനുള്ളിൽ കൊടുക്കണം. അത് കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻ്റെ ബാറ് വരും. ബാറ് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 3 അനുസരിച്ച് ആ കേസ് മറ്റേയാൾ അതിനെപ്പറ്റി എതിർത്തില്ലെങ്കിൽ പോലും തള്ളണം എന്നാണ് സെക്ഷൻ 3 പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ ആർട്ടിക്കിൾ 65, സെക്ഷൻ 27, സെക്ഷൻ 3 ഓഫ് ലിമിറ്റേഷൻ ആക്ട് ആണ് ഇതിനകത്തെ ആകെയുള്ള നിയമം. 64 ഗവേൺസ് സൂട്ട് ഫോർ പൊസഷൻ ബേസ്ഡ് ഓൺ possessory റൈറ്റ്. നിങ്ങളുടെ പൊസഷനിലിരുന്ന കെട്ടിടമാണെങ്കിലും 12 years from the date of dispossession is the starting point of limitation under Article 64. അതായത് നിങ്ങളുടെ ഓണർഷിപ്പ് അല്ല, നിങ്ങളുടെ പൊസഷനിലാണ്. അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിക്രമിച്ച് കയറി നിങ്ങളൊരിടത്ത് ഇരിക്കുക, നിങ്ങളെ മറ്റൊരാൾ ഡിസ്പോസസ് ചെയ്തു, നിങ്ങൾക്കും ഉണ്ട് 12 വർഷം. ആ 12 വർഷത്തിനുള്ളിൽ നിങ്ങൾ സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ ഈ സെക്ഷൻ ആർട്ടിക്കിൾ 64 അനുസരിച്ച് നിങ്ങളുടെ റൈറ്റും നഷ്ടപ്പെടും. പിന്നീട് ആ പുതിയ ആളാണ് ഈ അഡ്വേഴ്സ് പൊസഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം 12 വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഓണർഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യില്ല. നിങ്ങൾ 6 വർഷം ഇരുന്നു, രണ്ടാമത് നിങ്ങളെ ഒരാൾ തള്ളിപ്പുറത്തിറക്കിയിട്ട് മറ്റൊരാൾ 6 വർഷം ഇരുന്നാൽ ഈ ഓണർഷിപ്പ് നഷ്ടപ്പെടുന്നില്ല. ഈ നിങ്ങൾക്കും കിട്ടുകയില്ല, അടുത്തയാൾക്കും കിട്ടുകയില്ല. അടുത്തയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ആ 12 വർഷം കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ആർട്ടിക്കിൾ 112 30 വർഷമാണ് ഇത് സർക്കാരിൻ്റെ പ്രോപ്പർട്ടി അഡ്വൈസ് പൊസഷൻ വരണമെങ്കിൽ. അല്ലാതെ 12 വർഷം കൊണ്ട് സർക്കാരിൻ്റെ പ്രോപ്പർട്ടി അഡ്വൈസ് പൊസഷൻ ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. ഞാൻ മുമ്പ് പറഞ്ഞ സ്പെസിഫിക് റിലീഫ് ആക്ട് സെക്ഷൻ 6 പറയുന്നത് obliges a court to provide summary relief to a person who is dispossessed without his consent of immovable property and without following the due process of law. അത് നിങ്ങളുടെ ഓണറായിരിക്കണമെന്നില്ല. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന പ്രോപ്പർട്ടി മറ്റൊരാൾ ബലമായിട്ട് ഒഴിപ്പിക്കുകയാണെങ്കിൽ, ബലമായിട്ട് കൈവശപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ 6 ഉപയോഗിക്കാവുന്നതാണ്. ആക്ട്സ് ഓഫ് അഡ്വൈസ് പൊസഷൻ. എന്തൊക്കെയാണ് ആക്ട്സ് ഓഫ് അഡ്വൈസ് പൊസഷൻ? Possession must be exclusive, continuous, uninterrupted and actual. എക്സ്ക്ലൂസീവ് ആയിരിക്കണം, മറ്റുള്ളവരെ ഇല്ലാതെ നിങ്ങൾ മാത്രം. കണ്ടിന്യൂസ് 12 വർഷം. അൺഇൻറ്ററപ്റ്റഡ്, ഈ 12 വർഷം അൺഇൻറ്ററപ്റ്റഡ് ആയിരിക്കണം. നിങ്ങളത് അബാൻഡൻ ചെയ്തു പോവുമോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരാൾ
ഡിസ്പോസസ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഈ 12 വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുന്നില്ല. പൊസഷൻ മസ്റ്റ് ബി ഹോസ്റ്റൈൽ ടു ദ ട്രൂ ഓണർ. ദ പൊസഷൻ മസ്റ്റ് ബി ഹോസ്റ്റൈൽ ടു ദ ട്രൂ ഓണർ. ആ ശരിയായ ഓണറിന് എതിർത്ത് 12 വർഷം. അല്ലാതെ 10 വർഷത്തോളം നിങ്ങൾ വാടകക്കാരനായിട്ടിരിക്കുകയും 2 വർഷം നിങ്ങൾ ഓണറല്ല എന്ന് പറഞ്ഞ് വാടക കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അഡ്വേഴ്സ് പൊസഷൻ ആകില്ല. നിങ്ങൾ എന്ന് എതിർക്കുന്നോ അന്ന് മുതലാണ് അഡ്വേഴ്സ് പൊസഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ പൊസഷൻ മസ്റ്റ് ബി ഓപ്പൺ. എല്ലാവർക്കും അറിയാം ഇയാളുടെ പൊസഷനിലാണ് എന്ന്, വളരെ ഓപ്പണായിട്ട്, വളരെ തുറന്നു, അല്ലാതെ കള്ളത്തരത്തിൽ രാത്രി വന്ന് തുറന്നിരുന്നാൽ പോരാ, അല്ലെങ്കിൽ രാത്രി വന്ന് കയറി അതിനകത്ത് കിടന്നാൽ പോരാ. ഈ എന്തൊക്കെ ആക്റ്റുകളാണ് ഈ അഡ്വേഴ്സ് പൊസഷൻ ആകാത്തത്? അതായത് ആക്ട്സ് വിച്ച് ഡു നോട്ട് അമൗണ്ട് ടു അഡ്വേഴ്സ് പൊസഷൻ. അത് പെർമിസീവ് പൊസഷൻ, അതാണ് ഒന്ന്. അതായത് നിങ്ങൾ അനുവദിച്ച ലൈസൻസ് പ്രകാരമോ അല്ലെങ്കിൽ ലീസ് പ്രകാരമോ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് ആ അഡ്വേഴ്സ് പൊസഷനിലേക്ക് വരുന്നതല്ല. ബട്ട് ആസ് ആൻഡ് വെൻ ദ പൊസഷൻ ബിക്കംസ് അഡ്വേഴ്സ് ടു ദ ട്രൂ ഓണർ, ദ ടെനന്റ് അല്ലെങ്കിൽ സ്റ്റോപ്സ് പേയ്മെന്റ് ഓഫ് റെന്റ്, എന്നിട്ട് നീ ഇത് എൻ്റെയാണ്, ഇത്ര നാൾ എൻ്റെ കൈവശം ഇനിയിപ്പോൾ ഇത് എൻ്റെയാണ് എന്ന് പറയുന്ന അന്ന് മുതൽ അഡ്വേഴ്സ് പൊസഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് വരുന്ന 12 വർഷം കൊണ്ട് ഈ അഡ്വേഴ്സ് പൊസഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അതിനു മുമ്പ് സ്റ്റെപ്സ് എടുത്തിരിക്കണം, നിയമ നടപടികൾ. അല്ലാതെ രാഷ്ട്രീയക്കാരനോട് പറഞ്ഞു, പോലീസിൽ പറഞ്ഞു, അങ്ങനെ മറ്റേ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതിന് ഡിക്ലറേഷൻ ഓഫ് ടൈറ്റിൽ ആൻഡ് റിക്കവറി ഓഫ് പൊസഷന് വേണ്ടി തന്നെ സിവിൽ കോടതിയിൽ കേസ് തന്നെ കൊടുത്തിരിക്കണം. അല്ലാതെ 12 വർഷം മീഡിയേറ്റർ വെച്ചു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞായിരുന്നു, ഇതൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞാൽ ഈ 12 വർഷം കവർ ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ കെട്ടിട ഉടമസ്ഥനെ അല്ലെങ്കിൽ സ്ഥല ഉടമസ്ഥന് നമുക്ക് അവിടെ തീർക്കാം ഇവിടെ തീർക്കാമെന്നും പറഞ്ഞ് അവർ ഈ പറയുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ 12 വർഷം കഴിയുകയും ചെയ്താൽ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി പിന്നീട് നിങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നതാണ്. അഞ്ചപ്പ വേഴ്സസ് സോമലിംഗപ്പ 2006-7 SCC 570. Mere possession, however long, does not necessarily means that it is adverse to the true owner. Adverse possession really means the hostile possession which is exclusively or impliedly in denial of title of the true owner, and in order to constitute adverse possession, the possession proved must be adequate in continuity, in publicity and in extent, so as to show that it is adverse to the true owner. The classical requirement of acquisition of title by adverse possession are that such possession must, in denial of the true owner's title, must be peaceful, open and continuous. Peaceful, open and continuous possession ഉണ്ടായിരിക്കണം. The possession must be open and hostile against the true owner, enough to be capable of being known by the parties interested in the property. ഈ പാർട്ടീസ് ഇൻട്രസ്റ്റഡ്, അതായത് ഓണർഷിപ്പിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അറിയത്തക്ക വിധം ഓപ്പണും ഹോസ്റ്റൈലും ആയിരിക്കണം. ദോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദർ ഷുഡ് ബി എവിഡൻസ് ഓഫ് ദ അഡ്വേഴ്സ് പൊസഷൻ ആക്ച്വലി ഇൻഫോമിംഗ് ദ റിയൽ ഓണർ ഓഫ് ഹിസ് ഹോസ്റ്റൈൽ ആക്ഷൻ. അയാളുടെ വീട്ടിൽ ചെന്ന് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞങ്ങളുടെ കയ്യിൽ എന്ന് പറയണമെന്നില്ല. അവിടെ ഓപ്പണായിട്ട് കിളയ്ക്കുകയും അല്ലെങ്കിൽ തേങ്ങ അടിക്കുകയും അങ്ങനത്തെ പണികളൊക്കെ കൃഷി ചെയ്യുകയും അല്ലെങ്കിൽ കെട്ടിടമാണെങ്കിൽ അതിനകത്ത് കയറി ഇരിക്കുകയും ചെയ്യുകയും ഓണർ വന്നാൽ അവിടെ കയറ്റാതിരിക്കുകയും അയാളുടെ റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ സാധാരണ ഒരു മനുഷ്യന് ഈ കെട്ടിടം അല്ലെങ്കിൽ സ്ഥലം ഹോസ്റ്റൈൽ പൊസഷനിലാണെന്ന് മനസ്സിലാക്കാം. അത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് 12 വർഷം, അതാണ് ഈ പീരീഡ്. പിന്നീട് ഇത് ആകാത്ത ഒരു കാര്യം പൊസഷൻ ബൈ എ ഓണർ. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, ഔസ്റ്റർ എന്ന് പറയും. അതായത് പുറത്താക്കൽ. ഒരു അപ്പനുണ്ട്, 2 ബ്രദേഴ്സ് ഉണ്ട്. അതിൽ ഒരു ബ്രദർ പുറത്താണ്, അല്ലെങ്കിൽ ഇവിടെ അടുത്തില്ല, മറ്റേ ആളെ ഇത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലെ അയാളാണ് അവിടെ താമസം, അയാൾക്ക് കിട്ടുകയില്ല. പക്ഷേ
ഈ വന്ന മറ്റ് പുറത്തുള്ള ആൾ വരുമ്പോൾ അവിടെ കയറ്റാതിരിക്കുക. നിങ്ങളുടെ അല്ല, ഇതെനിക്ക് എൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് അയാളെ പുറത്താക്കുക. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അന്ന് മുതൽ ഈ 12 വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓണർഷിപ്പ് ആണെങ്കിൽ കൊറേയ വേഴ്സസ് അപ്പുഹാമി AR 1914 1914 പ്രിവി കൗൺസിൽ കേരള അല്ല ഇന്ത്യൻ സുപ്രീം കോടതി അല്ല, പ്രിവി കൗൺസിൽ 243 അതിൽ പറഞ്ഞു എൻ്ററിങ് ഇൻ ടു പൊസഷൻ ആൻഡ് ഹാവിങ് എ ലോഫുൾ ടൈറ്റിൽ ടു ദ എൻ്റർ. അപ്പം അയാൾ ഓസ്ട്രേലിയയായിട്ടല്ല കയറുന്നത്, അയാൾ ടൈറ്റിലുണ്ട്. അത് മടക്കാരൻ്റെ കാര്യം പറഞ്ഞു, അയാൾക്ക് കയറാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഹാവിങ് എ ലോഫുൾ ടൈറ്റിൽ ടു എൻ്റർ ഹി കുഡ് നോട്ട് ഡൈവേസ്റ്റ് ഹിംസെൽഫ് ഓഫ് ദാറ്റ് ടൈറ്റിൽ ബൈ പ്രിറ്റൻഡിങ് ദാറ്റ് ഹി ഹാഡ് നോ ടൈറ്റിൽ അറ്റ് ഓൾ. ടൈറ്റിൽ ഇല്ല എന്നുള്ള കളതരത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് ടൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിസ് ടൈറ്റിൽ മസ്റ്റ് ഹാവ് എൻഷുർഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് പ്രൊപ്രൈറ്റേഴ്സ്. അതുകൊണ്ട് ആ ടൈറ്റിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെയാണ് ഇയാൾ പൊസസ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അഡ്വേഴ്സ് പൊസഷൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയില്ല. തോമസ് വേഴ്സസ് തോമസ് 1856 25 LJCH 159. Possession is never considered adverse if it can refer to a lawful title. His possession was in law possession of his owners. അതായത് ഇയാളുടെ പൊസഷൻ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെയാണ്. അതുകൊണ്ട് ഈ എക്സ് അല്ലെങ്കിൽ ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അയാൾ മറ്റുള്ളവർക്ക് എതിർത്തല്ല, അവർക്കും കൂടെയാണ് പൊസസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അഡ്വേഴ്സ് പൊസഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ആൻ എൻഡ് ടു ദാറ്റ് പൊസഷൻ ബൈ എനി സീക്രട്ട് ഇൻറ്റൻഷൻ ഇൻ ഹിസ് മൈൻഡ്. അയാൾക്ക് മനസ്സിലുണ്ടായിരിക്കും എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന്, പക്ഷേ അങ്ങനെ ഒരു സീക്രട്ട് ഇൻറ്റൻഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഈ കോ ഓണറിൻ്റെ അഡ്വേഴ്സ് പൊസഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. നത്തിങ് ഷോർട്ട് ഓഫ് ഔസ്റ്റർ or something equivalent to Ouster could bring about that result. അങ്ങനെ ഒരു പുറത്താക്കൽ ഉണ്ടാകാതെ ഈ അഡ്വേഴ്സ് പൊസഷൻ്റെ 12 yearsൻ്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. അതായത് ഇറ്റ് വിൽ ബി സീൻ ദാറ്റ് ഇൻ ഓർഡർ ദാറ്റ് ദ പൊസഷൻ ഓഫ് ദ കോണർ മേ ബി അഡ്വേഴ്സ് ടു അതേഴ്സ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദർ ഷുഡ് ബി ഔസ്റ്റർ ഓർ സംതിങ് equivalent to it. This is also observed by Supreme Court in Lakshmi Reddy's case. അതായത് 1957 സുപ്രീം കോർട്ട് 314. അതുപോലെ AR 1990 സുപ്രീം കോർട്ട് 507. മുഹമ്മദ് സൈൻ വേഴ്സസ് സെയ്ദ് അഹമ്മദ് മുഹൈദ്ദീൻ ഇതിനകത്തും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. Ouster does not mean actual driving out of the co-sharer from the property. It will, however, not be complete unless it is coupled with all other ingredients required to constitute adverse possession. Broadly speaking, 3 elements are necessary for establishing the plea of ouster in case of co-owner. They are declaration of hostile animus. ഇത് എൻ്റെ ആണ് എന്നുള്ള ഡിക്ലറേഷൻ വേണം. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇത് ഞാൻ എൻ്റെ കൈവശമാക്കി എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡിക്ലറേഷൻ വേണം. ലോങ് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് പൊസഷൻ ഫോർ ദ പീരീഡ് ഓഫ് ദ പേഴ്സൺ പ്ലീഡിങ്. അതായത് 12 വർഷത്തിന് മുകളിലുള്ള ഒരു ലോങ് അൺഇൻറ്ററപ്റ്റഡ് പൊസഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത് എക്സസൈസ് ഓഫ് റൈറ്റ് ഓഫ് എക്സ്ക്ലൂസീവ് ഓണർഷിപ്പ് ഓപ്പൺലി ആൻഡ് ടു ദ നോളജ് ഓഫ് അതർ co-owners. Thus, co-owners can under law claim title by adverse possession against the another co-owner, who can of course file appropriate suit including suit for joint possession. ഒന്ന് ജോയിൻറ്റ് പൊസഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് എന്നൊരു ഡിക്ലറേഷനോ അല്ലെങ്കിൽ ഇയാളെ ഞങ്ങളുടെ പാർട്ടീഷൻ സൂട്ടോ കൊടുക്കാൻ ഈ 12 വർഷത്തിനുള്ളിൽ കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ ഔസ്റ്റർ കംപ്ലീറ്റ് ആകുകയും ഈ പിന്നീട് ഈ ജോയിൻറ്റ് പൊസഷൻ ജോയിൻ്റ് ഓണർഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. 12 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ സ്വന്തം ആയിരുന്നു, ഞങ്ങളുടെ ജോയിൻ്റ് ഓണർഷിപ്പ് ആയിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, ഇത് കിട്ടില്ല. പക്ഷേ ഈ ഔസ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് വേണം. പിന്നെ മറ്റൊരു പ്രിൻസിപ്പിളാണ് ടാക്കിംഗ് ഓഫ് അഡ്വേഴ്സ് പൊസഷൻ. അതായത്
ഒരു പ്രോപ്പർട്ടി എൻ്റെ പ്രോപ്പർട്ടി ഒരാൾ ബലമായിട്ട് കൈവശപ്പെടുത്തി. അയാൾ 5 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി. അയാളുടെ മകന് ബാക്കി 7 വർഷം ഇരുന്നു. 12 വർഷം കംപ്ലീറ്റ് ആയി. അതാണ് ടാക്കിംഗ് ഓഫ് അഡ്വേഴ്സ് പൊസഷൻ. അതല്ല എങ്കിൽ അയാൾക്ക് ഈ പോസസറി റൈറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാം. പണത്തിന് വേണ്ടിയോ അല്ലാതെയോ ഈ പോസസറി റൈറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്താൽ ഈ കൈമാറ്റം ചെയ്യുന്ന ആളും ഈ ബാക്കി പീരീഡ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ആണ് ഈ 12 വർഷം കംപ്ലീറ്റ് ആയെങ്കിൽ അയാൾക്കും അതും ഈ അഡ്വേഴ്സ് പൊസഷനകത്ത് വരുന്നതാണ്. അല്ലാതെ ആ രണ്ടാമത്തെ ആൾ ഈ 12 വർഷം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ആദ്യത്തെ ആളിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അല്ലാതെ അയാളെ ബലമായിട്ട് ഒഴിപ്പിച്ച് മറ്റൊരാൾ കയറി വന്നാൽ മറ്റയാളുടെ 5 എൻ്റെ 7 കൂടെ കൂട്ടാൻ പറ്റില്ല. അത് അതങ്ങനെ വരികയാണെങ്കിൽ രണ്ടാമത്തെ ആളും കംപ്ലീറ്റ് ആയിട്ട് 12 വർഷം കംപ്ലീറ്റ് ചെയ്യണം. അതല്ല ഇയാളുടെ കൈവശത്തിൽ നിന്ന് വാങ്ങിയെടുക്കുക, ഒന്നുകിൽ പണം കൊടുത്ത് വാങ്ങിയെടുക്കുക, അല്ലെങ്കിൽ ഹെയർഷിപ്പിലൂടെ കൈമാറ്റം ചെയ്യുക. എങ്ങനെയെങ്കിലും കൈമാറ്റം ചെയ്ത് വന്നതാണെങ്കിൽ ഈ രണ്ടും കൂടെ ടാക്ക് ചെയ്ത് 12 വർഷം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതാണ് ടാക്കിങ്. അതായത് കൃഷ്ണമൂർത്തി സെൽട്ടർ വേഴ്സസ് OM നരസിംഹ ഷെട്ടി 2020 12 SCC 244 അല്ലെ രവീന്ദർ അത് വളരെ ഈ അഡ്വേഴ്സ് പൊസഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിസിഷനുണ്ട്. രവീന്ദർ കൗർ ഗ്രിവാൾ വേഴ്സസ് മഞ്ജിത് കൗർ 2019 8 SCC 729. അതിൽ ഈ അഡ്വേഴ്സ് പൊസഷൻ്റെ കേസ് ലോ ആദ്യകാലം മുതൽ ഇന്ന് വരെ ഡെറിവേറ്റ് ചെയ്ത് വന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരൊറ്റ ഡിസിഷൻ വായിച്ചാൽ അഡ്വേഴ്സ് പൊസഷൻ ലോയേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരൊറ്റ ഡിസിഷൻ വായിച്ചാൽ അഡ്വേഴ്സ് പൊസഷൻ്റെ ഒറിജിനും എമർജൻസും ഇപ്പോഴും നിൽക്കുന്ന പൊസിഷൻ വരെ ഉള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മറ്റേ ഡിസിഷൻ വായിക്കണ്ട എന്നുള്ളതല്ല, ഈ ഒരൊറ്റ ഡിസിഷനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും ഈ ടാക്കിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അഡ്വേഴ്സ് പൊസഷൻ ഈസ് heritable and there can be taking of adverse possession by 2 or more persons as the right is transmissible. One, in our opinion, അതായത് സുപ്രീം കോടതിയുടെ ഒപ്പീനിയനിൽ ഇറ്റ് കൺഫേഴ്സ് എ പെർഫെക്റ്റഡ് റൈറ്റ് വിച്ച് cannot be defeated on re-entry except as provided in Article 65 itself. Taking is based on fulfillment of certain conditions. Taking may be possession by the purchaser, legatee or assignee. വാങ്ങാം, മക്കളാകാം, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതാകാം. So as to constitute continuity of possession, that person must be claiming through whom it is sought to be taxed. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. he should claim it through the first person, ആദ്യത്തെ ആൾ കൂടെ, അതല്ലാതെ അയാൾക്കെതിരായിട്ടല്ല. ആൻഡ് വുഡ് ഡിപ്പെൻഡ് ഓൺ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സെയിം പ്രോപ്പർട്ടി. ഇത് രണ്ടും സെയിം പ്രോപ്പർട്ടിയിലായിരിക്കണം. അണ്ടർ ദ സെയിം റൈറ്റ് ടു ഡിസ്റ്റിങ്ക്ട് ട്രസ്പാസേഴ്സ് കനോട്ട് tag their possession to constitute conferral of right by adverse possession for the prescribed period. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 2 പേര്, ആദ്യം ഒരാൾ 5 വർഷം ഇരുന്നു, അയാളെ ഉന്തിത്തള്ളി മാറ്റി വെച്ച് വേറൊരാൾ 7 വർഷം ഇരുന്നാൽ 12 വർഷം ആവില്ല. നാളെ ഇയാൾ ട്രാൻസ്ഫർ ചെയ്യുകയോ അസൈൻ ചെയ്യുകയോ ഇയാളുടെ മക്കളായിട്ട് ബാക്കി പീരീഡ് കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്താൽ, മക്കളോ അല്ലെങ്കിൽ ലീഗൽ എയർ ആരാണെങ്കിലും അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് 12 വർഷം മതി. ഹു ക്യാൻ സ്യൂ ഫോർ അഡ്വേഴ്സ് പൊസഷൻ? അതിനെപ്പറ്റി 2014 നമ്മുടെ സുപ്രീം കോടതി ഗുരുദ്വാര സാഹിബ് വേഴ്സസ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് സിർത്തല ഇങ്ങനൊരു കേസിൽ പറഞ്ഞു, ഈ അഡ്വേഴ്സ് പൊസഷൻ കേസ് അഡ്വേഴ്സ് പൊസസറിന് കൊടുക്കാൻ പറ്റില്ല. ഈ റിയൽ ഓണർ കേസ് കൊടുക്കുമ്പോൾ അതിന് ഒരു ഷീൽഡായിട്ട് മാത്രമേ അതായത് ഒരു തടയായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഞാൻ 12 വർഷം ഇരുന്നു അതുകൊണ്ട് ഇത് എൻ്റെ ആയി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുകയില്ല. അത് പറഞ്ഞത് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ സ്വോർഡ് ബട്ട് ഓൺലി ആസ് എ ഷീൽഡ് എന്ന് പറഞ്ഞു. അതിനകത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇഫ് ദ
plaintiff is found to be in adverse possession, plaintiff എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുന്നയാൾ, it cannot seek a declaration to the effect that such adverse possession has matured into ownership. Only if proceedings filed against the appellant and the appellant is arraigned as a defendant, അയാളെ പ്രതിയാക്കി മറ്റേയാൾ പ്രോപ്പർട്ടി വേണം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ മാത്രം ഇത് ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് ആണ് ഈ 2014 നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത്. ഇറ്റ് ക്യാൻ യൂസ് ദ അഡ്വേഴ്സ് പൊസഷൻ ആസ് എ ഡിഫൻസ് ആയിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ രവീന്ദർ കൗർ ഗ്രിവാൾ വേഴ്സസ് മഞ്ജിത് കൗർ 2019 8 SCC 723 ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത കേസാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ കേസിൽ വളരെ ലാൻഡ്മാർക്ക് ഡിസിഷനാണ്. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു, അതായത് 2014 കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഡിഫൻസ് ആയിട്ട് മാത്രമല്ല അത് സ്വോർഡായിട്ടും ഉപയോഗിക്കാം. ആർട്ടിക്കിൾ 65 ദ റൈറ്റ് ക്യാൻ യൂസ് ദ ഷീൽഡ് ആസ് വെൽ ആസ് എ സ്വോർഡ് ബൈ പെർഫെക്ഷൻ ഓഫ് ടൈറ്റിൽ ഓൺ എക്സ്റ്റിങ്വിഷ്മെന്റ് ഓഫ് ഓണേഴ്സ് ടൈറ്റിൽ എ പേഴ്സൺ കനോട്ട് ബി റെമഡിലെസ്. അയാളുടെ റൈറ്റ് അയാൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു റെമഡി ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അതായത് മറ്റയാൾ കേസ് കൊടുക്കുന്നില്ല, റിയൽ ഓണർ കേസ് കൊടുക്കുന്നില്ല, ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദിസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ആസ് എ ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടൈറ്റിലിട്ട് ഇല്ല താനും, എന്നാൽ മറ്റേക്ക് ടൈറ്റിലില്ല. അപ്പോൾ ഒരു ഇന്ന സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ് ഇങ്ങനെ കിടക്കുകയാണ്. മറ്റേയാൾ കേസും കൊടുക്കുന്നില്ല, അയാൾ മുങ്ങി നടക്കുക. അപ്പം എന്ത് ചെയ്യും? ഇൻ കേസ് ഹി ഹാസ് dispossessed by the owner after having lost the right by adverse possession, he can be evicted by the plaintiff by taking plea of adverse possession. There is no difference between acquiring title to a property by way of conveyance, അതായത് വാങ്ങിയെടുക്കുന്ന, അതായത് ആധാരപ്രകാരം മേടിക്കുന്നതും ആൻഡ് ബൈ അഡ്വേഴ്സ് പൊസഷൻ, അത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് പറഞ്ഞത്. വൺസ് എ പേഴ്സൺ അക്വയർസ് ടൈറ്റിൽ ടു എ പ്രോപ്പർട്ടി, he has all the right over that property whatever be the mode of acquisition. നിങ്ങൾ വാങ്ങിയതാണെങ്കിലും അഡ്വേഴ്സ് പൊസഷൻ മൂലം കിട്ടിയതാണെങ്കിലും നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് സ്വോർഡായിട്ടും ഷീൽഡായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് ഈ ഗ്രിവാളിൻ്റെ കേസിൽ രവീന്ദർ കൗർ ഗ്രിവാൾ വേഴ്സസ് മഞ്ജിത് കൗർ പറഞ്ഞത്. ചുരുക്കത്തിൽ അഡ്വേഴ്സ് possessor is required to prove his case only against the true owner of the property. It is equally well settled that such person must necessarily first admit the ownership of the true owner. ഇയാളുടെ ആയിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്യണം. എനിക്ക് അയാളെ അറിയാൻ മേല, ഞാനിവിടെ കയറി കുറേ നാളായിട്ടിരിക്കുന്നതാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അല്ലെ ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞാലും കേസ് തോറ്റു. കാരണം മറ്റയാളുടെ ആണ്, ഞാൻ ഇവിടെ പൊസഷനിൽ ഇരിക്കുന്നു, അതുകൊണ്ട് അയാളുടെ ഓണർഷിപ്പ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം. എനിക്ക് അയാളെ ഒന്നും അറിയാൻ പറ്റില്ല, ഞാനാ ഇവിടെ അന്ന് മുതൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കേസ് പൂർണ്ണമായിട്ടും തോറ്റുപോകും. അതല്ല, മറ്റയാളുടെ ആണ്, ഞാൻ അഡ്വേഴ്സ് പൊസഷൻ മുതൽ ഇവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ ആയി മാറി എന്ന് വേണം പറയാൻ. It is equally well settled that such person must necessarily first admit the ownership of the true owner or the property to the knowledge of the true owner, and secondly the true owner has to be made a party to the suit to enable the court to decide the plea of adverse possession between the two rival claimants. അയാൾ വരണമെന്നൊന്നുമില്ല, പക്ഷെ അയാളെ പാർട്ടി ആക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ അഡ്വേഴ്സ് പൊസഷൻ്റെ കേസ് നിലനിൽക്കുകയുള്ളൂ. പിന്നീട് 6ാമത്തെ pleading and burden of proof. The court can grant only that relief which is claimed by the plaintiff in the plaint, and such relief can be granted only on the pleadings but not beyond it. പ്ലീഡിങ്സിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനപ്പുറത്ത് തെളിവുണ്ടെങ്കിൽ പോലും കോടതികൾക്ക് റെമഡി കൊടുക്കാൻ സാധ്യമല്ല. ഗുരുദ്വാര സാഹിബ് വേഴ്സസ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് സർത്തല 2014 പറഞ്ഞു. മുമ്പേ പറഞ്ഞ ആദ്യത്തെ കേസാണ്. It is well settled the principle that a party claiming adverse possession must prove that his possession is nec me nec clam nec precario, that is peaceful, open and continuous,
The possession must be adequate in continuity, in publicity and extent to show that the possession is adverse to the true owner. It must start with a wrongful disposition of the rightful owner and be actual, visible, exclusive, hostile and continued over the statutory period. 2004 10 SCC 779. അതാണ് ആക്ച്വൽ പൊസഷൻ. വിസിബിൾ ആയിട്ടായിരിക്കണം, എക്സ്ക്ലൂസീവ്, വിസിബിൾ ആൻഡ് ഓപ്പൺ. ഓപ്പൺ എന്നുള്ളത് ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഒരു വിസിബിൾ എന്നാണ് ഈ കേസിനകത്ത് കോടതി പറഞ്ഞത്. എക്സ്ക്ലൂസീവ് അയാളുടെ സ്വന്തമായിട്ട്, എക്സ്ക്ലൂസീവ്, ഹോസ്റ്റൈൽ ഓണർഷിപ്പിനെതിരായിട്ട്, ആൻഡ് കണ്ടിന്യൂഡ് ഓവർ ദ സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് 12 വർഷത്തേക്ക് ഇതെല്ലാം ഉണ്ടായിരിക്കണം. അത് ഈ വൺ ഹു ക്ലെയിംസ് അഡ്വേഴ്സ് പൊസഷൻ ഇതെല്ലാം പ്രൂവ് ചെയ്തിരിക്കണം. അതാണ് ഇറ്റ് ഈസ് വെൽ സെറ്റിൽഡ് പ്രിൻസിപ്പിൾ ദാറ്റ് ദ പാർട്ടി ക്ലെയിമിങ് അഡ്വേഴ്സ് പൊസഷൻ മസ്റ്റ് പ്രൂവ് ദാറ്റ് ഹിസ് പൊസഷൻ ഈസ്, ഈ പറഞ്ഞതല്ല അവർ വേണം പ്രൂവ് ചെയ്യാൻ. ഫിസിക്കൽ ഫാക്ട് ഓഫ് actual exclusive possession. Animus possessendi to hold the property against the true ownership. Adverse possession is not a question of law but a blended question of law and fact. അതായത് ഈ പ്ലീഡിങ്സിൽ ഓൺ വാട്ട് ഡേറ്റ് ഹി കെയിം ഇൻ ടു പൊസഷൻ അത് ക്ലിയർ ആയിട്ട് പ്ലീഡ് ചെയ്തിരിക്കണം. ഓൺ വാട്ട് വാസ് ദ നേച്ചർ ഓഫ് ഹിസ് പൊസഷൻ, അത് എങ്ങനെയായിരുന്നു ആ പൊസഷൻ ഉണ്ടായത്. വെദർ ദ ഫാക്ടം ഓഫ് പൊസഷൻ ഇസ് നോൺ ടു ദ അതർ പാർട്ടി, മറ്റേ റിയൽ ഓണർക്ക് ഇങ്ങനൊരു പൊസഷനെ പറ്റി അറിയാമായിരുന്നോ. ഹൗ ലോങ് ഹിസ് പൊസഷൻ ഹാസ് കണ്ടിന്യൂഡ് ആൻഡ് ഹിസ് പൊസഷൻ വാസ് ഓപ്പൺ ആൻഡ് അൺഡിസ്റ്റർബ്ഡ്. എ പേഴ്സൺ പ്ലീഡിങ് അഡ്വേഴ്സ് പൊസഷൻ ഹാസ് നോ ഇക്വിറ്റീസ് ഇൻ ഹിസ് ഫേവർ. യാതൊരു ഇക്വിറ്റിയും കോടതി ഈ അഡ്വേഴ്സ് പൊസഷൻ ക്ലെയിം ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നതല്ല. സിൻസ് ഹി ഈസ് ട്രൈങ് ടു ഡിഫീറ്റ് ദ റൈറ്റ്സ് ഓഫ് ദ ട്രൂ ഓണർ. It is for him to clearly plead and establish, അതായത് പ്ലീഡ് ചെയ്യുകയും പ്രൂവ് ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ അഡ്വേഴ്സ് പൊസഷൻ ക്ലെയിം ചെയ്യുന്ന ആൾക്കാണ്. എസ്റ്റാബ്ലിഷ് ഓൾ ഫാക്ട്സ് നെസസറി ടു എസ്റ്റാബ്ലിഷ് ദിസ് അഡ്വേഴ്സ് പൊസഷൻ. ഡോക്ടർ മഹേഷ് ചന്ദ് ശർമ്മ വേഴ്സസ് രാജ് കുമാരി ശർമ്മ 1996 8 SCC 128. അതുപോലെ ഇൻകൺസിസ്റ്റൻ്റ് പ്ലീ അലോ ചെയ്യത്തില്ല. ചില കേസുകളിൽ ഞാൻ അങ്ങനെ വരുന്നില്ല എങ്കിൽ ഇങ്ങനെയാണ് എന്ന് ഒരു പ്ലീ ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഇത് ഇൻകൺസിസ്റ്റൻ്റ് പ്ലീ ഈ അഡ്വേഴ്സ് പൊസഷൻ്റെ കാര്യത്തിൽ ഇല്ല. ഞാൻ ടെനൻ്റാണ്, ഞാൻ അഡ്വേഴ്സ് പൊസഷനാണ്, അല്ല എങ്കിൽ ഞാൻ ടെനൻ്റ് ആണെന്നെങ്കിലും കാണണം, അല്ലെങ്കിൽ ഞാൻ അഡ്വേഴ്സ് പൊസഷനാണ്, അല്ലെങ്കിൽ ഓണർഷിപ്പ് ഉണ്ടെന്ന് കാണണം. അതൊന്നും പറ്റിയില്ല. അഞ്ജനപ്പ വേഴ്സസ് സോമലിംഗപ്പ 2006 7 SCC 570. Inconsistent plea will not be allowed. Adverse possession is that form of possession or occupancy of land which is inconsistent with the title of the rightful owner and tends to establish that person's title. Possession is not held to be adverse if it can be referred to a lawful title. എനിക്ക് സ്വന്തമാണ് എന്ന് പറയുകയും അഡ്വേഴ്സ് പൊസഷൻ ഉണ്ട് എന്ന് പറയുകയും ചെയ്യാൻ സാധ്യമല്ല. Possession is not held to be adverse if it referred to a lawful title. Lawful title ഉണ്ടെങ്കിൽ പിന്നെ adverse possession പ്രശ്നം ഉദിക്കുന്നില്ല. The person setting up adverse possession must have been holding under the rightful owner's title, trustee, guardian, അങ്ങനെ agent. Such person cannot set up adverse possession. Someone else owner is to be admitted and claiming title to the property in some other capacity is fatal to the case. Such plea is inconsistent plea. അത് സാധ്യമല്ല എന്ന് ഈ കേസിൽ 2006 പറഞ്ഞു. എന്നാൽ 2009 ഒരല്പം മാറ്റമുണ്ട്. ഓൾട്ടർനേറ്റീവ് പ്ലീ അലവ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് അശ്വതമ്മ വേഴ്സസ് പ്രകാശ് 2009 13 SCC 229. When a person is in possession asserting to be the owner, even if he fails to establish his title, his possession would still be adverse to the true owner. Therefore, two pleas put forth by the defendant in this case are not inconsistent pleas, but alternative pleas available on the same facts. അതിന് ആ കേസിൽ അത് അങ്ങനെ പറഞ്ഞു 2009. പിന്നെ ഞാൻ അവസാനം പറഞ്ഞ whether the adverse possession needs a relook, അതായത് ഈ ഒരു പുനർചിന്തനം ആവശ്യമുണ്ടോ
അതായത് ഒരു ലോ ഒരു ശരിയായ ഒരു തെറ്റ് ശരി ആക്കുന്ന ഒരു പണിയായതുകൊണ്ട് അതുകൊണ്ട് അത് രണ്ടാമത് നോക്കണോ എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പം അതിനകത്ത് ചില നിയമങ്ങൾ ദ ലോ വിൽ എയ്ഡ് ഓൺലി ദോസ് ഹു ആർ വിജിലൻറ്റ് ആൻഡ് നോട്ട് ദോസ് ഹു സ്ലീപ്പ് ഓവർ ദ റൈറ്റ്സ്. അതാണ് ഒരു പ്രിൻസിപ്പിൾ. വിജിലാൻറ്റിബസ് നോൺ ഡോർമിറ്റിബസ് ജൂറ സബ്വീനിയൻറ്റ്. അതായത് ജാഗ്രതയുള്ളവരെ മാത്രമേ നിയമം സംരക്ഷിക്കുകയുള്ളൂ. അവരുടെ അല്ലാതെ അവകാശങ്ങളുടെ മുകളിൽ ഉറങ്ങുന്നവരെ സംരക്ഷിക്കാൻ നിയമത്തിന് ബാധ്യതയില്ല എന്നാണ് ആ ഒരു പ്രിൻസിപ്പിൾ. സെക്ഷൻ 27 ലിമിറ്റേഷൻ ആക്ട് അവകാശം കളയുന്നില്ല, പക്ഷെ ആ റെമഡിയാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞു, അഡ്വേഴ്സ് പൊസഷൻ ഈസ് ആൻ ഏരിയ വെർ ജസ്റ്റിസ് ആൻഡ് ലോ ഡു നോട്ട് ഹാപ്പിലി കോയിൻസൈഡ്. ജസ്റ്റിസ് ഇല്ല, പക്ഷെ ലോ ഉണ്ട്. അതായത് ലോ ആൻഡ് ജസ്റ്റിസ് ഡസ് നോട്ട് കോയിൻസൈഡ് ഇൻ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞു. Keeping in mind of this observation and in the inherent unjust nature of this principle, courts have been constantly insisting on very rigid satisfaction of the conditions. ഈ കണ്ടീഷൻസ് എല്ലാം വളരെ റിജിഡായിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ അഡ്വേഴ്സ് പൊസഷൻ അലവ് ചെയ്ത് കൊടുക്കാറുള്ളൂ. Only after which the adverse possession drives into title. These conditions have to be specifically claimed and proved. 2009 SEC 517 ഹേമാജി വേഴ്സസ് ബിഖാബായി. The law of adverse possession which ousts the owner on the basis of inaction within limitation is irrational, illogical and wholly disproportionate. The law, Supreme Court പറഞ്ഞതാണ്, the law as it exists is extremely harsh to the true owner and a windfall for the dishonest person who has illegally taken possession of the property of the true owner. The law ought not to benefit a person who is a clandestine manner, takes possession of the property of the owner in contravention of law. This in substance would mean that law gives seal of approval to the illegal action or activities of rank trespasser or who had wrongfully taken possession of the property of the true owner. We fail to comprehend why law should place premium on dishonesty by legitimizing possession of a rank trespasser and compelling the owner to lose his possession only because of his inaction in taking back the possession within limitation. In our considered view, it is an urgent need to a fresh look regarding law on adverse possession. We recommend the Union of India seriously consider and make suitable changes in the law of adverse possession. A copy of this judgment sent to the Secretary, Minister of Law, Justice, Department of Legal Affairs, Government of India for taking appropriate steps in accordance with the law. പക്ഷേ ഇതനുസരിച്ച് ലോ കമ്മീഷൻ ഇത് വിടുകയും ലോ കമ്മീഷൻ ഇത് മാറ്റം ആവശ്യമില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നതാണ്. മറ്റൊരു കേസിലും 2011-10 SEC 404 സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് മുകേഷ് കുമാർ അതിൻ്റെ പാരാ 43 പറഞ്ഞു, The Parliament must seriously consider at least to abolish bad faith adverse possession. That is, adverse possession achieved through intentional trespassing, actually believed it to be in their own, could receive title through adverse possession stands a wrong signal to the society at large. Such a change would ensure that only those who had established attachments to the land through honest means would be entitled to legal relief. In case the Parliament decides to retain the law of adverse possession, the Parliament might simply require adverse possession claimants to possess the property in question for a period of 30 to 50 years. ഈ 12 years തീരെ കുറവാണെന്ന് ഈ കേസിനകത്ത്, അതായത് ഈ 2011 കേസിൽ പറഞ്ഞു, 2009 മുമ്പൊക്കെ, rather than mere 12 years. Such an extension would help ensure that successful claimants have lived on the land for generations and therefore less likely to be individually culpable for the trespass. അതായത് സർക്കാരിൻ്റെ പ്രോപ്പർട്ടി 30 ആണെങ്കിൽ ജനങ്ങളുടെ പ്രോപ്പർട്ടിക്കും ആ 30 വർഷത്തെ പരിരക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ഈ 2011 പറഞ്ഞത്.
ഓൾദോ ദർ ഫോർബെയറേഴ്സ് മൈറ്റ്, അതായത് ഇപ്പോൾ ഉള്ളവർ കുറ്റമൊന്നും ചെയ്തില്ല, അതിന് മുമ്പുള്ളവർ ചെയ്തതാണ്, പക്ഷേ ഇവർ അത് അനുഭവിച്ച് മുമ്പോട്ട് വരുന്നു. അതായത് 30 കൊല്ലത്തോളം ആകുമ്പോൾ a longer statutory period would also decrease the frequency of adverse possession suits and ensure that only those claimants most intimately connected with the land acquire this adverse possession, while only the most passive and unprotective owners will lose title by adverse possession. In our considered view, there is an urgent need for a fresh look of the entire law of adverse possession. We recommend the Union of India to immediately consider and seriously deliberate either abolition of the law of adverse possession and, in the alternative, to make suitable amendments in the law of adverse possession. A copy of this judgment അതും ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ലോയ്ക്ക് അയച്ചു കൊടുത്തു. സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആണ് ഇത് കൊടുത്തത്. അതിന് സ്പെഷ്യലി പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു. മാത്രമല്ല 50,000 രൂപ പിഴ കിട്ടും. And with the cost of 50,000 to be paid by the state Haryana for filing a totally frivolous petitions and unnecessarily wasting time of this court and demonstrating its evil design of grabbing properties of lawful owners in a clandestine manner. The cost be deposited within 4 weeks from the date of pronouncement of this judgment. In this petition, we did not issue notice to the defendants. എതിർ പാർട്ടിക്ക് നോട്ടീസ് പോലും അയച്ചില്ല. Therefore, we direct that cost be deposited with the National Legal Service Authority for utilizing the same to enable poor litigants to contest their case. 50,000 രൂപ ഹരിയാന ഗവൺമെൻറ്റിന് പിഴയിട്ട് അത് ലീഗൽ സർവീസ് സൊസൈറ്റിക്ക് അടയ്ക്കാനും പറഞ്ഞു. അപ്പോൾ ഇതിന് എതിരഭിപ്രായമുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ നിയമത്തിൻ്റെ കിടപ്പനുസരിച്ച് 12 കൊല്ലം ഒരാളുടെ പ്രോപ്പർട്ടി മറ്റൊരാളുടെ കൈവശം ഓപ്പണായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്റ്റൈലായിട്ട് ഇരുന്നാൽ ആ 12 വർഷം കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടി ഈ ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അയാൾക്ക് വന്നു ചേരുന്നതാണ് എന്നാണ് ഇപ്പോഴത്തെ നിയമം. മാറാൻ മേലാത്തതല്ല, അല്ലെങ്കിൽ സമയം നീട്ടാൻ മേലാത്തതല്ല. പക്ഷേ ഇപ്പോൾ 12 വർഷമാണ്. അതുകൊണ്ട് പ്രോപ്പർട്ടി ഓണേഴ്സ് അതനുസരിച്ച് ഉള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രോപ്പർട്ടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.